തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് മെഡിക്കൽ കോളേജ് വാർഡിലാണ്. UDF-ന്റെ സ്ഥാനാർത്ഥി നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? ആശ വി എസ്. ആദ്യമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നത്. അതെ അതെ. എന്ത് തോന്നുന്നു? ആദ്യമായിട്ട് സുഖമായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ടെൻഷൻ ഇല്ലേ? ഇല്ല, ടെൻഷൻ ഒന്നുമില്ല. എവിടെ വർക്ക് ചെയ്യുന്നേ? ഞാൻ GG ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ? ഓക്കെ. ഒന്നുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. വരുന്ന 5 വർഷക്കാലം ആശ വിജയിക്കുകയാണെങ്കിൽ ഈ വാർഡിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസനത്തിന്റെ ഒരു രൂപരേഖ മനസ്സിനകത്തുണ്ടാവും അല്ലേ? പ്രകടന പത്രിക അല്ലാതെ ചില കാര്യങ്ങൾ മനസ്സിൽ കാണും. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പബ്ലിക്കിനോട് പറയാൻ പറ്റും? തീർച്ചയായും. ശരിക്കും പറഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ അവരുടെ കയ്യിൽ കിട്ടുന്നില്ല. വിജയിച്ച 5 വർഷക്കാലം ഇത് വരികയാണെങ്കിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനസ്സിനകത്തൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും? പ്രത്യേകിച്ച് നാട്ടുകാരിയാണ് അല്ലെ? ഈ നാട്ടുകാരിയാണ്. ആ ഒരു സംഭവം വേണം. അതെന്തൊക്കെയാണ് നമ്മൾ പബ്ലിക്കിനോട് പറയാം? തീർച്ചയായും. ഭവനരഹിതരായ ഒരുപാട് പേരുണ്ട്. രണ്ടാമത്തെ കാര്യം കുടിവെള്ള പ്രശ്നമുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ കുടിവെള്ളത്തിന് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ വീട് കയറി പോകുമ്പോഴത്തേക്കും അങ്ങനത്തെ കംപ്ലൈന്റ്സ് ഒരുപാട് വരാറുണ്ട്. പിന്നെ റോഡിന്റെ പ്രശ്നമുണ്ട്, പിന്നെ ഡ്രെയിനേജ് പ്രോബ്ലംസ്, പിന്നെ ഓടയുടെ പ്രശ്നം, അങ്ങനെ കുറെ പ്രോബ്ലംസ് മൊത്തം പ്രശ്നമാണ്. മെഡിക്കൽ കോളേജിനകത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ്മെന്റ് സ്വന്തം വാർഡിനകത്ത് മാഡം ജയിച്ചു വന്നാൽ 5 വർഷക്കാലത്തിനുള്ളിലോ അല്ലെങ്കിൽ തുടക്കത്തിലോ സ്വന്തം വാർഡിനകത്ത് ഡംപ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായി കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മുടെ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന സ്ഥലം കണ്ടെത്തി അതിന്റെ രീതിയിൽ ചെയ്തു കൊടുക്കണം. മറ്റെന്തെങ്കിലും ഡ്രെയിൻ പ്രോജക്ട്? കാരണം നിങ്ങൾ പബ്ലിക്കുമായി ഒരുപാട് ഇടപെട്ട് പോകുക, ലാബ് ടെക്നീഷ്യൻ അല്ലെ, ഒരുപാട് പബ്ലിക്കുമായി ഇടപെട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോ നാട്ടുകാരുണ്ടോ, അന്യ നാട്ടുകാരുണ്ടോ, എല്ലാവരും ഉണ്ട്. പല വിധത്തിലുള്ള പല ആളുകൾ, പല സ്വഭാവങ്ങൾ. അപ്പൊ ഞാൻ ദിനം പ്രതി ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു ആശയം എനിക്ക് ഇതുപോലെ ചെയ്താൽ നന്നായിരിക്കും, പരമാവധി ആളുകൾ ലാബിൽ വരാതിരിക്കട്ടെ, അസുഖം വരാതിരിക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ള എന്തെങ്കിലും പ്രോജക്റ്റ് മനസ്സിലാകും. മലിനീകരണം ആണല്ലോ ഏറ്റവും കൊതുക് ശല്യം. അത് മാറ്റി തന്നെ പകുതി പ്രശ്നം മാറിക്കിട്ടും. പിന്നെ അത് പോയിട്ട് അല്ലാതെ മെയിൻ പ്രശ്നം കുട്ടികളുടെ കളിസ്ഥലത്തിന്റെ പ്രശ്നമുണ്ട്. അത് കുട്ടികൾക്ക് ഇപ്പൊ നിലവിൽ കളിക്കാനായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ മെഡിക്കൽ കോളേജ് സ്കൂളിന്റെ പുറകിൽ തന്നെ ഒരു ടെന്നീസ് കോർട്ടുണ്ട്. അത് അതിന്റെ പുറകിൽ തന്നെ അല്ലാതെ സ്ഥലം കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അത് പ്രയോജനപ്പെടുത്തി കൊടുക്കാൻ പറ്റും. വാർത്തെടുക്കാൻ പറ്റും. ആശയുടെ മനസ്സിനകത്തുള്ള ഒരു ആശ അല്ലെ? എന്തായാലും എല്ലാവിധ വിജയാശംസകളും.